ഈ ഒരു വാച്ച് കൊണ്ട് എനിക്ക് കാർ ജാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. ഇതാണ് ലിലിഗോ ടി വാച്ച്. ഇതൊരു ESP32 MCU ആൻഡ് ലോറ മോഡ്യൂൾ വരുന്ന വാച്ചാണ്. ഈ ഒരു വാച്ചിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വാച്ച് ഒരു സ്മാർട്ട് വാച്ച് അല്ല, പക്ഷേ സ്മാർട്ട് വാച്ച് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വാച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹാക്കിങ്ങിനും അതുപോലെ പെൻ ടെസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വാച്ചിന് പറ്റിയ പുതിയൊരു ഹാക്കിംഗ് ആൻഡ് പെൻ ടെസ്റ്റിങ്ങിന് പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫേംവെയർ വന്നിട്ടുണ്ട്. അതും വോയിസ് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. സില്ലി എന്നാണ് ഫേംവെയറിൻ്റെ പേര്. എൻ്റെ ഫ്രണ്ടാണ് ഈ ഒരു ഫേംവെയർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ഫേംവെയറിൽ ഒരു ഫീച്ചറാണ് RF ജാമിംഗ് എന്ന് പറയുന്നത്. വാച്ചിനകത്തുള്ള 868 മെഗാഹെർട്സിൽ വർക്ക് ചെയ്യുന്ന ലോറ മൊഡ്യൂൾ ഉപയോഗിച്ചാണ് കാറിൻ്റെ കീ ജാം ചെയ്യാനായിട്ടുള്ള സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജാമർ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാച്ചിൻ്റെ അടുത്ത് വോയിസ് കമാൻഡ് കൊടുത്താൽ മതി. സ്റ്റാർട്ട് 433 മെഗാഹെർട്സ് ജാമിംഗ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് 433 മെഗാഹെർട്സിൽ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന റേഡിയോ സ്പെക്ട്രത്തിൻ്റെ വിഷ്വലാണ്. അപ്പോൾ ഇത് ജാമായി കഴിയുമ്പോൾ ഇതിന് കളർ മാറുന്നതും കാണാണ്ട് പറ്റും. ഈ ഒരു സമയത്ത് കാറിൻ്റെ കീ എത്ര തന്നെ പ്രസ് ചെയ്തെന്ന് പറഞ്ഞാലും ആ ഒരു സിഗ്നൽ കാറിലേക്ക് എത്തില്ല. ഇങ്ങനെയാണ് ജാമിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫേംവെയറിൽ ഇത് മാത്രമുള്ള ഫീച്ചേഴ്സ് ആയിട്ടുള്ളത്. ഒരുപാട് ടൂൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ കറന്റ് ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫേംവെയർ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലുള്ള സൈബർ സെക്യൂരിറ്റി ആൻഡ് ഹാക്കിംഗ് ആയിട്ടൊക്കെ റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് ഫോളോ ചെയ്തു.